നമസ്കാരം. നാടിൻ്റെ നാവുന്ന് നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. ഇന്ന് നമ്മൾ ഒരൊറ്റ വാർത്തയാണ് കൊടുക്കുന്നത്. കാരണം അത് ആ വാർത്തയുടെ വലിയ പ്രാധാന്യം കൊണ്ടൊന്നുമല്ല. 1987 ഒന്നിച്ചു പഠിച്ചിരുന്നവർ അവരൊത്തുകൂടുമ്പോൾ അന്നത്തെ അധ്യാപകർ അവരതൊക്കെ ഓർത്തെടുക്കുന്നത് വലിയ ഗ്രഹാതരിത്വമുള്ള ഓർമ്മയാണ്. കാരണം ഗുരു ശിഷ്യ ബന്ധങ്ങൾ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാപകരെ പഴയതുപോലെ സ്നേഹത്തെ, അന്നൊക്കെ ഇത് ഈ സാറിന് പനി പിടിക്കണേ വരരുത് എന്ന് കണക്ക് സാറിനെ പ്രാഗിയ വിദ്യാർത്ഥികളൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അത് പറയുകയും പിന്നെ അത് സാർ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിതത്തിൽ വലിയ ആളായത് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതുള്ള ഒരു സന്ദർഭം ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഒരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞാൽ ഇന്നത്തെ സ്കൂൾ കുട്ടികളും അധ്യാപകരും ഇങ്ങനെ ചേരുമോ, ഇത്രത്തോളം ഹൃദയാസുഖായ ഒരു അവസരം ഉണ്ടാകുമോ എന്ന് സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് ഒരു മന്ത്രിമാരോ MLA യോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വരുന്ന ഒരു ചടങ്ങിനേക്കാൾ കൂടുതൽ ഹൃദ്യമാണ് എന്ന് നാട്ടുപട്ടത്തിന് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വാർത്ത മാത്രം കുറച്ച് സാധാരണ ഇതുമായി ബന്ധമില്ലാത്തവർക്ക് ചിലപ്പോൾ ബോറടിക്കാം എങ്കിൽ പോലും അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം കൊണ്ട്, അതിൻ്റെ ഒരു വലിയ മനുഷ്യത്വം കൊണ്ട്, അതിൻ്റെ ഒരു വലിയ ഹൃദയബന്ധം കൊണ്ട് ഞങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നു. നാട്ടുപട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നോസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. നമസ്കാരം. ഞാൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. നമ്മുടെ പരിഷ്കൃത സമൂഹത്തിൻ്റെ പൊള്ളത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന, കണ്ടു കഴിയുമ്പോൾ മനസ്സിനെ വല്ലാതെ പൊള്ളിക്കുന്ന ഒരു ഹ്രസ്വചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ലൈല ക്രിയേഷൻസിന് വേണ്ടി LT ധർമ്മ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച അവകാശി തികച്ചും ലളിതമായ പശ്ചാത്തലത്തിൽ തുടങ്ങി പ്രേക്ഷകരുടെ ഉള്ളിലേക്കുന്ന അന്ത്യത്തിലേക്കാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത്. വിശക്കുന്നവനാണ് അന്നത്തിൻ്റെ അവകാശി എന്ന വലിയ സത്യമാണ് ഈ ചിത്രം വിളംബരം ചെയ്യുന്നത്. വിശക്കുന്ന ഒരു മനുഷ്യനോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഇതിലെ പ്രധാന പ്രമേയം. ഒരു നേരത്തെ ആഹാരത്തിനായി വിശന്നു തളർന്നലയുന്ന ഒരു മനുഷ്യൻ, മറുഭാഗത്ത് ഒരു ആഘോഷത്തിന് ശേഷം ബാക്കി വന്ന ഭക്ഷണം ആർക്കും നൽകാതെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന ഒരു കുടുംബം, ആ ഭക്ഷണത്തിൽ നിന്നും ഒരു പിടി എടുക്കാൻ ശ്രമിക്കുന്ന ആ നിസ്സഹായനായ മനുഷ്യൻ. ഈ വൈരുദ്ധ്യമാണ് സിനിമയുടെ വൈകാരികമായ തലം. ഒരു വശത്ത് ധൂർത്തും അഹങ്കാരവും, മറുവശത്ത് അതിജീവനത്തിനായുള്ള ഒരു മനുഷ്യൻ്റെ പോരാട്ടവും. കഥ വികാസം പ്രാപിക്കുന്നത് ആ വീട്ടിലെ ഒരു കുട്ടിയുടെ സ്വർണ്ണത്തള കാണാതാകുന്നതോടെയാണ്. അവിടെ എത്തിയ ആ പാവം മനുഷ്യനാണ് അത് മോഷ്ടിച്ചതെന്ന് യാതൊരു തെളിവുമില്ലാതെ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. വിശപ്പടക്കാൻ വന്നവൻ്റെ മേൽ കള്ളൻ എന്ന മുദ്ര കുത്തി അയാളെ ക്രൂരമായി മർദ്ദിക്കാനും അപമാനിക്കാനും ആരും മടിക്കുന്നില്ല. ആ ആഭരണം മോഷണം പോയിട്ടില്ല എന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്നു. അപരിചിതനായ ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ ഉടൻ അവൻ മോഷ്ടാവായിരിക്കുമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ പൊതുബോധത്തെ ഈ രംഗം കഠിനമായി പ്രഹരിക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ നായകനായി വേഷമിട്ട R. തുളസിയുടെ പ്രകടനം അതിശയിപ്പിക്കുന്നതാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ തൻ്റെ കണ്ണുകളിലൂടെയും ശരീരഭാഷയിലൂടെയും ആ കഥാപാത്രത്തിൻ്റെ വേദന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശപ്പിൻ്റെ കാഠിന്യവും നിസ്സഹായാവസ്ഥയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിഴലിക്കുന്നു. മർദ്ദനമേൽക്കുമ്പോഴുള്ള ഭാവമാറ്റങ്ങൾ പ്രേക്ഷകനെ അസ്വസ്ഥനാക്കും വിധം സ്വാഭാവികമാണ്. ഭക്ഷണം കുഴിച്ചു മൂടുന്നത് ഒരു പ്രതീകമാണ്, മനുഷ്യത്വമില്ലാത്ത ആധുനിക സമൂഹത്തിൻ്റെ പ്രതീകം. വിശക്കുന്നവന് നൽകുന്നതിനേക്കാൾ നല്ലത് അത് നശിപ്പിച്ച് കളയുന്നതാണെന്ന് ചിന്തിക്കുന്ന ക്രൂരമായ മനോഭാവത്തെ സിനിമ തുറന്നു കാട്ടുന്നു. കാഴ്ചക്കാരൻ്റെ മനസ്സിൽ ഒരു നൊമ്പരം ബാക്കി വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഇങ്ങനെയും ക്രൂരരായ മനുഷ്യരുണ്ടോ എന്ന ചോദ്യം സിനിമ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അരയടിച്ചു കൊണ്ടിരിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയൊരു സാമൂഹിക സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നതാണ് അവകാശിയുടെ വിജയം. ഇത് സംവിധായിക LT ധർമ്മയുടെ സിനിമാപരമായ മികവിനുള്ള അംഗീകാരം കൂടിയാണ്. മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. വടിയെടുത്തും ഉമ്മ കൊടുത്തും അവർ ഓർമ്മകളുടെ പൂക്കാലം തീർത്തു. വടിയെടുത്തും ഉമ്മ കൊടുത്തും അവർ അധ്യാപകരും വിദ്യാർത്ഥികളും ഓർമ്മയുടെ പൂക്കാലം തീർത്തു. വെള്ളിമൺ ഹൈസ്കൂൾ 1987 SSLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരികെ 87 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആഹ്ലാദത്തിൻ്റെയും നീർമിഴികൾ
സ്നേഹത്തിൻ്റെ തലോടലും കൊണ്ട് ധന്യമായി. ലാലു അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർസ് മിനി ജോൺ ഉദ്ഘാടനം ചെയ്തു. ബി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ ജോർജ് കുട്ടി, ഫിലിപ്പ്, ജോൺകുട്ടി, ലീലാമ്മ, ആനി കോശി, ലില്ലിക്കുട്ടി, രാധ, വസന്ത, പത്മലോചനൻ, ടി ഉഷ, ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഗോകുമാറും സേതുവും ഗിരിജാവിക്രമനും വിജയലക്ഷ്മിയും ജയപ്രകാശും സുനിൽ ആന്റണിയും സ്കൂൾ ഓർമ്മകൾ പങ്കുവച്ചു. ബോസ് ഫ്രാൻസിസ് നന്ദി പറഞ്ഞു. അധ്യാപകരെ ഷാളും പൊന്നാടയും നൽകി ഗുരുവന്ദനം നടത്തി. ഗതകാല സ്മരണകൾ ഉയർത്തിയ നൊസ്റ്റാൾജിയ ഏറുമാടം കൗതുക കാഴ്ചയായി. സ്കൂളിന് വേണ്ടി ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികൾ വാട്ടർ പ്യൂരിഫയർ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പൊതിച്ചോറായിരുന്നു ഉച്ചഭക്ഷണം. ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികൾ നടന്നു. അതായത് നമ്മുടെ കൗമാര ജീവിതത്തിൽ നമ്മൾ ഇറക്കത്തിലും നടക്കത്തിലും ഒക്കെ സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലാസ് മുറികൾ, അതുപോലെ സ്കൂൾ അന്തരീക്ഷം, ഇതെല്ലാം നമ്മുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അനുഭവമാണ്. ഈ ധന്യമായ നിമിഷത്തിൽ ഒരു സ്വാതന്ത്ര്യം വന്നതുപോലെ ഏതാണ്ട് 3 മാസം കൊണ്ട് ഇത്രയും പേര് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു നല്ല ഒരു കാര്യമാണ്. നമുക്കേറെ പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള ശ്രീ ജോർജ് കുട്ടി സാറിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരുടെ പേരുകൾ ഞാൻ പറയാൻ വേണ്ടി രാധാകൃഷ്ണൻ, ഗിരീഷ് കുമാർ, ബിന്ദു. നമ്മുടെ ഗാമിൽ അനുഗമിക്കുന്നുണ്ട് കാളകൾ. മാർത്താണ്ഡവർമ്മയിലെ അനന്തപത്മനാഭന്റെ പാറക്കുട്ടിയുടെ പ്രണയകഥയെ അഭിനയിച്ച് മനസ്സിനുള്ളിലേക്ക് കുടിയിരുത്തിയ ഏറെ പ്രിയകരനായിട്ടുള്ള ജോർജ് കുട്ടി സാറിനെ ഒക്കെ കൊടുത്ത് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഏറ്റവും ലളിതമായിട്ട് നമ്മളെ പഠിപ്പിച്ച ജീവിതത്തിന്റെ ഉപ്പും മധുരവും രസതന്ത്രവുമായിട്ട് ഏറെ ഇഴുകിച്ചേർന്ന ഒരു വിഷയമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന നമ്മളുടെ രസതന്ത്രം അധ്യാപകൻ ശ്രീ വൈ ഫിലിപ്പ് സാറിനെ ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ഗിരീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ അഴിയാക്കുറിപ്പുകൾ നമ്മുടെ മുന്നിൽ വളരെ മനോഹരമായിട്ട് ലളിതമായ ടീച്ചിങ് സ്റ്റൈലിലൂടെ അനാവരണം ചെയ്ത് ആ വിഷയത്തെ അനായാസമായി നമ്മളെ പഠിപ്പിച്ച ശ്രീമതി ആനിക്കോശി ടീച്ചറിനെ ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി ബിന്ദുവിനെ ക്ഷണിക്കുന്നു. തിരിഞ്ഞില്ലേ? ചൂടെ തിരിഞ്ഞില്ലേ? ചിത്രകല ലളിതകലകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ്. നമ്മളിൽ പലരും അന്ന് ചിത്രകാരന്മാരും ചിത്രകാരികളും ഒക്കെ ആയിരുന്നു. നമ്മുടെ എനിക്ക് തന്നെ ഏറ്റവും മകുട ഉദാഹരണം. മറ്റാരൊക്കെയോ അനസൂയ ഒക്കെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കുട്ടികളായിരുന്നു. ചിത്രകലയിൽ നമ്മളുടെ കുട്ടികളെ നമ്മളെ കൈപിടിച്ച് നടത്തിച്ച ഏറെ പ്രിയങ്കരിയായിട്ടുള്ള മറിയാമ്മ ടീച്ചറിനെ ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി അനുജയെ ക്ഷണിക്കുന്നു. സാമൂഹ്യ ശാസ്ത്രം. മനുഷ്യനെന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. ഏറ്റവും മികച്ച സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നതിന് വേണ്ടി ഉദാത്തമായിട്ടുള്ള സാമൂഹ്യ മൂല്യങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച് നമ്മളെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുത്ത ശ്രീമതി ലീലാമ്മ ടീച്ചറെ ഒക്കെ നൽകി സ്വാഗതം ചെയ്തതിനു വേണ്ടി ശ്രീമതി മറിയാമ്മയെ ക്ഷണിക്കുന്നു. കയറി തിരിഞ്ഞു കൊടുക്കണം.
വിജയലക്ഷ്മി ടീച്ചർ എത്തിയിട്ടില്ല. ചെറുപ്പത്തിൽ രാധ ടീച്ചർ ജീവശാസ്ത്രം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആ വിഷയത്തെ ഒട്ടേറെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നല്ല മാർക്ക് എനിക്കുണ്ടായിരുന്നു ബയോളജി. ഏറെ ആദരവോടെ ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി നിഖിലയെ ക്ഷണിക്കുന്നു. അടുത്ത ആളെ വിളിച്ചു മോഹനിമ ടീച്ചർ എത്തിയിട്ടില്ലല്ലോ. ടീച്ചർ ഞാൻ വിളിച്ചപ്പോൾ ആദ്യം എന്നെ മനസ്സിലായില്ലായിരുന്നു. പിന്നീട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. അല്പസ്വല്പം ശാരീരിക എനിക്ക് തോന്നുന്നു ടീച്ചറിന്റെ കണ്ണിന്റെ പ്രശ്നമാണ് എന്നോടൊന്ന് പറഞ്ഞത്. അത് പക്ഷേ നമ്മളുടെ ഈ സമാഗമത്തിൽ നമ്മളാകുന്ന മക്കളെ കാണാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ടീച്ചറിന്റെ ആ വയ്യായികളെല്ലാം ടീച്ചർ മറന്നു. ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസുമായിരുന്നു ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. ഒട്ടേറെ ധന്യമായ മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കാനുണ്ട് ടീച്ചറുമായിട്ടുള്ള ആ സ്മരണയുടെ രീതിയിൽ. ഏറെ പ്രിയപ്പെട്ട ലില്ലിക്കുട്ടി ടീച്ചറിനെ ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി അനസൂയ വന്നിരുന്ന അനസൂയയെ ക്ഷണിക്കുകയാണ്. രാജലക്ഷ്മി ടീച്ചർ വന്നിട്ടില്ല. ദേവഭാഷയാണ് സംസ്കൃതം. അന്ന് സംസ്കൃതം പഠിക്കുവാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എന്റെ ബുദ്ധി വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഹിന്ദിക്കും വളരെ മോശമായിരുന്ന ഞാൻ സംസ്കൃതം പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം ഹിന്ദിയും അന്ന് എനിക്ക് കടുകട്ടിയായിരുന്നു. മറ്റേ ഷർട്ട് കഴുകിയിട്ട് ഹാങ്കർ അത് കുടുക്കിയിട്ടിരിക്കുന്നത് പോലെ കുറേ അക്ഷരങ്ങൾ എനിക്ക് പൊടി തരാതെ പോയ ഒരു സബ്ജക്റ്റായിരുന്നു ഹിന്ദിയിൽ. പക്ഷേ ഒട്ടേറെ കുട്ടികൾ സംസ്കൃതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ടീച്ചറിന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ ശിഷ്യന്മാരായിട്ട് മാറുകയുണ്ടായി. വസന്തകുമാരി ടീച്ചറെ ഏറെ ആദരവോടുകൂടി ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി അംബികയെ ക്ഷണിക്കുന്നു. യമുനയെ ക്ഷണിക്കുന്നു. മാനേജ്മെന്റ് പ്രതിനിധിയായിട്ട് പത്മജ. അടുത്തത് മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രണ്ടുപേരുണ്ട്. അതിൽ ശ്രീമതി ലക്ഷ്മിയെ ഏറെ ആദരവോടുകൂടി ബൊക്കെ നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രസാദിനെ ക്ഷണിക്കുന്നു. പ്രസാദ്. പ്രസാദ് ഡബ്ല്യു. നമ്മുടെ ഡബ്ല്യു എന്ന് പറയുന്ന ഈശയുള്ള ഏക വ്യക്തിയായിരുന്നു പ്രസാദ്. പ്രസാദ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥനാണ്. ശ്രീമതി അനു, മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി അനുവിനെ ഏറെ ആദരവോടുകൂടി ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഇനി ഇടയ്ക്കണം. നമ്മളുടെ ഹൈസ്കൂൾ ചെയ്ത് ആശംസാ പ്രസംഗം തുടങ്ങി വെക്കാനായിട്ട് ഇരിക്കുന്നത് ആദരണീയായിട്ടുള്ള ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി വിനീതോ ടീച്ചറാണ്. ടീച്ചറെ ഏറെ ആദരവോടുകൂടി ബൊക്കെ നൽകി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഷാജിമോനെ ക്ഷണിക്കുന്നു. ഷാജിമോൻ ഇല്ലെങ്കിൽ ജോയിയെ ക്ഷണിക്കുന്നു. ജോയി.
രാജലക്ഷ്മി ദേവി ടീച്ചർ. ടീച്ചറിന്റെ വീട്ടില് രാജലക്ഷ്മി ദേവി ടീച്ചറിന്റെ വീട് ഒരു ആശ്രമ തുല്യമായിട്ടുള്ള ഒരു വീടാണ്. വളരെ മനോഹരമാണ് ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന വീതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മണിക്കുടിലിന്റെ പരിഭാവനതയും പവിത്രതയും ഉൾക്കൊള്ളുന്ന ആ വീട്ടിൽ ഞങ്ങൾ ഏറെ നേരം ചെലവഴിക്കുകയുണ്ടായി. ഒരു ശരിക്കും അതിഥികളെ പോലെയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ടീച്ചറിന്റെ പ്രിയപ്പെട്ട ശിഷ്യരല്ലേ, അതൊന്നും കേൾക്കാതെ പോയി. വയ്യാത്ത ടീച്ചർ അല്പം മോശത്തേക്ക് ഉണ്ടായതുകൊണ്ട് ചായയും പലഹാരവും ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരികയുണ്ടായി. ഒട്ടേറെ സമയം ഞങ്ങൾ ആ വീട്ടിൽ ചെലവഴിക്കുകയും ചെയ്തു. ടീച്ചറിനെ ഏറെ ആദരവോടുകൂടി ഒക്കെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ട്രെയിനിങ് ടീച്ചേഴ്സിനെ വിളിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. 1987 മാർച്ച് മാസത്തിൽ SSC എക്സാമിനേഷൻ എഴുതി ഈ സ്കൂളിൻ്റെ പടിയിറങ്ങി നമ്മൾ പിരിയുമ്പോൾ ഏകദേശം 150ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്ന ABCD 4 ഡിവിഷനുകളിലായിട്ട് നമ്മൾ പഠിച്ച് വിജയം വരിച്ച് അല്ലെങ്കിൽ വിജയമായ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഇതിനെ എന്തെങ്കിലും എൻ്റെ വാക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള പറയുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പല കാര്യങ്ങളുമുണ്ട്. അതിന് പിന്നെ നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് ഒരുമിച്ച് കൂടി ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതിന് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള അവസരം തമ്മിൽ ഞാൻ ആദ്യമായിട്ട് നന്ദിയുണ്ട്. സന്തോഷം കണ്ട് കൂട്ടുകാരോട് അപ്പോഴത്തേക്ക് ഞാനും അഭ്യസിച്ചില്ല. ഇതിപ്പോൾ ജോയിന്റ് സെക്രട്ടറിയുടെ കാരണത്തോട് നിൽക്കുന്നതാണ്. ജോയിന്റ് സെക്രട്ടറിയുടെ കാരണം നിൽക്കുന്നുണ്ട് എന്നെനിക്കൊരു അതിശയം. ഇത്രത്തോളം ദൈവം അവരെ അനുഗ്രഹിച്ചത് ഞാൻ നന്ദിയോടൊപ്പം ഒക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെയൊക്കെ ഒരു പ്രാവശ്യം കൂടെ കാണാൻ പറ്റിയത് അതൊരു വലിയൊരു അനുഗ്രഹമാണ്. കുറേ പേരൊക്കെ പോയി ഞങ്ങൾ ഈ ഇത്ര പേര് നാട്ടിൽ ഉത്സവം പറ്റപ്പോൾ എത്ര നാൾ ഉത്സവം പറയാൻ പറ്റത്തില്ല. കാരണം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത്രത്തോളം ദൈവത്തോടെ ഇത്രയും ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഒരുപാട് പിള്ളേർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിന് ഓർമ്മയ്ക്കായി ഇപ്പോഴും എനിക്കൊരു കിട്ടി. ഇപ്പം കാണാനൊക്കെ ഇപ്പോഴിത് കാണാൻ പറ്റത്തില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള സാധനമാണ്. ഇപ്പൊ ഈ വഴി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ന് അടി കൊടുത്ത് പഠിപ്പിച്ചിട്ടുള്ള പിള്ളേരെയൊക്കെ ഒരു ഇതൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സ്നേഹം സത്യം പറയാറുണ്ട്. അടി കൊടുത്ത് പഠിപ്പിച്ചിട്ടുള്ള പിള്ളേരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. 90% പിള്ളേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജീവിത സാഹചര്യങ്ങളിലൂടെ പല രീതിയിലായി പോയെന്ന് നല്ല നിലയിലുള്ളവരുണ്ട്. അതൊന്നും പറയാതെ പിന്നെ ഒരു കാര്യം കൂടെ സന്തോഷം പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്ന തരത്തിൽ ഏത് ഡിവിഷനാണെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ജോലിയുടെ ക്ലാസ്സിലാണ്. പരീക്ഷ അവസാനപ്പെടുത്തേക്ക് എന്തുകൊണ്ടോ എന്തായാലും ജോയി എന്ന് പറയുന്നൊരു ഇതുകൊണ്ടല്ലോ അവൻ പിച്ചക്ലാസ് വരെ ഉള്ളിപ്പൈസ പരുത് പറഞ്ഞ് എനിക്ക് പോകാൻ നേരത്ത് ആ പരീക്ഷ അവസാനമായിട്ടൊരു ഏതോ ഒരു പൊതിയല്ലേ പോയി. സന്തോഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവം, ആദ്യത്തെ അനുഭവം. ഇത്രയും സ്നേഹമുള്ള കുട്ടികളുണ്ടല്ലോ എന്നുള്ളത് ആ സ്നേഹം ഞാനിപ്പോൾ ജോലിയില്ല. അവൻ എഴുതിയിരുന്നേ കൊള്ളാം. ഇത്രയും സ്നേഹമായിട്ടുണ്ടായിരുന്നല്ലോ. വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഞാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഇത്രയും സ്നേഹമുള്ളത്. മറ്റുള്ളവർക്ക് സ്നേഹം ഇല്ലെന്നല്ല, എല്ലാവരും. പക്ഷേ ഇവനിത് കാണിച്ചു തന്നുള്ള തൻ്റെ അന്നത്തെ കാലത്തൊന്നും പറഞ്ഞിട്ട് കേട്ടിട്ട് അറിയത്തില്ല. ആ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾ തന്ന എല്ലാ അവസരങ്ങൾക്കായും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹങ്ങൾ. പിന്നെ
എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 38 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട നിങ്ങളെ ഒന്നുകൂടെ കാണാനും നിങ്ങളുടെ ആ മനോഹരമായ ആ ശബ്ദങ്ങൾ കേൾക്കാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തെയും ഞാൻ ശ്ലാഘിക്കുകയും ആ നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും നന്മകൾക്ക് വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ എന്താണോ ആ കടമ നമുക്ക് കഴിവുകളിടത്തോളം ഭംഗിയായി ശബ്ദമായി നടത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ്. മുമ്പേ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ നമ്മളാരും ഹൈടെക് സ്കൂളുകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിലോ വളർന്നു വന്ന ആളുകളല്ല. ഈ നാടിന്റെ ചുറ്റുപാടും അല്ലെങ്കിൽ ഈ നാടിന്റെ പ്രകൃതി ചുറ്റുപാടും എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വളരെ ലളിതമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലളിതമായ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്ഥാനത്ത് വേണ്ട രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും കൈമാറി ആദ്യം നമ്മുടെ പരിപാടി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കള്, നമുക്ക് ചടങ്ങുകൾ തുടങ്ങി വെക്കാം. ഈ അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി വിജയലക്ഷ്മി സഹപാഠികളെ നമ്മളെ ആദരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ടീച്ചേഴ്സിനെ ആദരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക. അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സന്തോഷം അപ്പുറത്തേക്ക്
രണ്ടുപേരും അങ്ങനെ തന്നെ നേരെ നോക്കിയോട്ട് തോന്നും നോക്കി സജീവാണ് അപ്പുറത്ത്. അവിടെ നിൽക്കണേ ഈ ക്യാമറയിൽ നോക്കി ഇവിടെ വേണ്ടി സന്തോഷമാണ് സൈഡിൽ നിന്ന് നേരെ 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 നോക്കി ജെ പി നേരെ നോക്കി നേരെ കൊടുത്തോ ഇനി കൊടുത്തോ മൊമെന്റ് കൊടുത്തോ അടുത്ത് എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയേ ഓക്കെ ഡൺ അങ്ങനെ തിരിച്ചിങ്ങോട്ട് വെച്ചോ കുട ഇങ്ങോട്ട് തിരിയട്ടെ മൊമെന്റ് കൊടുത്തോ ദീപേ മൊമെന്റ് കൊടുത്തോ നമ്മുടെ നിയോജക കമ്മിറ്റിയിലെ തന്നെ അനുവിനെ സ്വീകരിക്കുന്നത് അടുത്ത് ഇട്ടോടെ എല്ലാവരും തിരികെ നമ്മുടെ തിരികെ 87-ന്റെ ഈ സ്നേഹോപഹാരം. അമ്മേ ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ പുറത്തിറങ്ങിയിട്ടുള്ള 26 ഹ്രസ്വചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഞങ്ങളുടെ 1ാമത്തെ എഡീഷൻ 2ാമത്തെ എഡീഷൻ കഴിഞ്ഞ് 3ാമത്തെ എഡീഷനിലെ ആദ്യത്തെ ചിത്രമാണ് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ റിലീസ് ചെയ്തത് അവകാശി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. പഴയ സിനിമകളും ഞങ്ങൾ ഇപ്പോൾ വീണ്ടും യൂട്യൂബിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സിനിമകൾ ഒക്കെ ഒന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.